2009 ഇനോവ വി. അതായത് ഒറിജിനാലിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. അതായത് 2017-18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ ഓടിക്കുന്ന പെട്രോൾ വേരിയൻ്റ് വന്നിട്ട് LXi ആണ്. 2017 ഹൈബ്രിഡ് ഡീസൽ പെർമിറ്റിൽ വന്നിട്ട് എർട്ടിക. 14 എക്കോസ്പോർട്ട് ടൈറ്റാനിയം ഓപ്ഷണൽ, ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പുതുക്കാട് എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് തൃശ്ശൂരിലോട്ട് പോകുന്ന വഴിക്ക് ഏകദേശം ഇനി ഒരു 8-9 കിലോമീറ്റർ കൂടി ഉള്ളതെന്നാണ് പറഞ്ഞത്. പുതുക്കാട് എന്ന് പറയുന്നിടത്ത് വിജയ് ഓട്ടോസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ സ്വാഗതം. അത്തരത്തിലുള്ള നല്ല വണ്ടികൾ കിടക്കുന്ന നല്ലൊരു ഷോപ്പാണ്. ഇത് പറയാൻ കാര്യം പറഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വണ്ടികളുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചെടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാനും കാണാനും കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികളാണ്. പിന്നെ ഇപ്പോൾ ഒരു 2015 വണ്ടിക്ക് ചിലപ്പം ഇവിടെ പറയുന്നത് ഒരു 10-20 കൂടുതലായിരിക്കും. പക്ഷേ വണ്ടി അത്രയ്ക്ക് നീറ്റാണ്, അത്രയ്ക്ക് ക്വാളിറ്റിയാണ്. ആ ചേട്ടൻ എന്നോട് പറഞ്ഞത് അതാണ്. ആദ്യമേ പറഞ്ഞു നമ്മൾ പ്രൈസിൽ ഇങ്ങനെ ഒരു വ്യത്യാസം ചിലപ്പോൾ കാണും, പക്ഷേ വണ്ടിക്ക് അത്ര നല്ല ക്വാളിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടേക്കുന്നത്. എന്നുവെച്ചാൽ ആ രീതിയിലുള്ള പ്രൈസിനായിരിക്കും മേടിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ മാനിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉതകുന്ന നല്ലൊരു വണ്ടികളായിരിക്കും ഇത്. ഒരുപാട് വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ നല്ല നല്ല വണ്ടികളുണ്ട്. 7 സീറ്ററൊക്കെ നോക്കുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഉപകാരപ്പെടുന്നൊരു നല്ല വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമ്മളെ തൃശ്ശൂരിലോട്ടുള്ള പോക്കിൽ ഒരു വീഡിയോ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല സ്ഥാപനത്തിൻ്റെ ഉടമമാർ നമുക്ക് വീഡിയോ തരാൻ തയ്യാറാണ്. ഇനിയും ഞാൻ ഇത്തരത്തിലുള്ള പോക്കിൽ നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കാണിച്ചു തരുന്നതായിരിക്കും. ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയി ചോദിക്കുന്നതൊക്കെ ഒരു ഇതേപോലെ നല്ല ക്വാളിറ്റി വണ്ടികൾ കിടക്കുന്ന ഷോപ്പുകളാണ് ഇങ്ങോട്ട് കിടക്കണം മൊത്തം. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി വണ്ടികളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ നല്ല വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് എടുക്കാം. അത്തരത്തിൽ നല്ല കുറേ വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. പിന്നെ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവരിക, നല്ലപോലെ ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോവുക. വലുതായിട്ട് വേണ്ടി വരില്ല, എന്നാലും കൊണ്ടുവന്നു. കാരണം യൂസ്ഡ് വണ്ടിയാണ്. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് കയ്യും വീശി വന്ന് എടുത്തുകൊണ്ട് പോകാൻ നിൽക്കരുത്. ഒരു മെക്കാനിക്കിനെ കൊണ്ട് കൊണ്ടുവരും, നല്ലൊരു വണ്ടി എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇത് 2019 ZDI ബ്രസ. ആകെ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ള് ഷോറൂം ഹിസ്റ്ററി, സർവീസ് ഉണ്ട്. മേജറായിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. കമ്പനി സർവീസ് ഉണ്ട്. ടയേഴ്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഓടാണ്ട് കിടന്നിട്ട് ചെറിയ ഉടച്ചിൽ വരും പഴയ വണ്ടികൾക്ക്. അപ്പോൾ ടയർ അത് തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പുത്തൻ ടയറല്ലേ? അതെ 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 അതെ. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വന്നിട്ടുള്ള പ്രൈസ് വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 9 lakhs, 9 ലക്ഷം. അതെ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡാണ്. ഒരു ഫാമിലിയിൽ തന്നെ നെയിം ചേഞ്ച് വന്നിക്കണതാണ്. സിംഗിൾ യൂസ് വണ്ടിയാണ്. പക്ഷേ റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ആയിട്ട് ബമ്പേഴ്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ മേജറായിട്ടുള്ള പാനൽസോ ഗ്ലാസോ കാര്യങ്ങളോ റീപ്ലേസ് ഇല്ല. അതായത് അപ്രോൺ സൈഡ് കാര്യങ്ങൾ അതൊന്നും ആപ്രോണോ ഗ്ലാസോ പാനൽസോ ഡിക്കി ബോണറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. വണ്ടി ആ രീതിയിൽ നോക്കിയാൽ വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഈ ഭാഗം മാത്രം നമ്മൾ മാറിയിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ. എത്ര ചോദിച്ചാൽ 9 രൂപ. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ്. വണ്ടി ഫുള്ളോൺ കയറില്ല. നമുക്ക് ഏകദേശം ഒരു 8 lakhs അടുത്ത് വരെ ലോൺ കയറും. ഇതെന്താ വെച്ചാൽ 1 ലക്ഷം രൂപ എന്തായാലും വേണ്ടി വരും. കാരണം ഇപ്പോൾ ഡീസൽ വണ്ടി ഇല്ല. മാരുതിയുടെ ആയിക്കോട്ടെ ടൊയോട്ടയുടെ. അപ്പോൾ ഡീസൽ വണ്ടിക്ക് അത്യാവശ്യം ഓട്ടമുള്ള ഒരു പ്രൊഫൈലുള്ള ഒരാൾക്ക് വേറൊരു വണ്ടി ഓപ്ഷൻ ഇല്ല, ഡീസൽ വണ്ടി. ബ്രസ അതുപോലെ തന്നെ എത്തിയോസ് അങ്ങനത്തെ വണ്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു ഹൈ ഡിമാൻഡാണ്. വണ്ടികൾ കിട്ടാനില്ല. ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ കിട്ടും, ലോ കിലോമീറ്റർ വണ്ടികൾ കിട്ടാനില്ല. ഈ കിലോമീറ്റർ ജെനുവിൻ നമുക്ക് ഷോറൂമിൽ സർവീസ് ഹിസ്റ്ററി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇത് 2013 ഓട്ടോമാറ്റിക് ആണ്. പെട്രോളിൽ വരുന്ന വെൻഡോ, ഹൈലൈൻ ടോപ്പ് എൻ്റെ വേരിയൻറ്റ്, അലോയ്സ്, ബാക്കി എല്ലാ ഫീച്ചേഴ്സുള്ള വണ്ടി. ഇതാകെ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. ഇതും ഹിസ്റ്ററിയും കാര്യങ്ങളും പ്രൊവൈഡഡാണ്. റീപ്ലേസോ കാര്യങ്ങളോ 0 റീപ്ലേസ്മെൻ്റ് ആണ്. എല്ലാം ഷോറൂം. വോക്സ്വാഗൻ ഹിസ്റ്ററി ഉണ്ട്. 1.6 ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ഡീസൽ അല്ല, പെട്രോളാണ്. മൈലേജ് എങ്ങനെ പോയാലൊരു 15 ആണ് ലോക്കൽ ഓടി വന്ന് കിട്ടുക. നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ വണ്ടിയുടെ യാത്രാസുഖം, സേഫ്റ്റി, പിന്നെ ഓടിക്കുമ്പോൾ നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്. പിന്നെ അത്യാവശ്യം പെർഫോമൻസ് നല്ല രീതിയിൽ കിട്ടും. 1.6 എഞ്ചിനാണ്.
ഓടിക്കാൻ ഭയങ്കര സുഖമുള്ള വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല, സീറോ റീപ്ലേസ്. ഓക്കെ, എത്ര ചോദ്യം? ഇത് വന്നിട്ട് 435. ഇതിന്റെ ടയേഴ്സ് ഒക്കെ മാറിയതാണ്? പുതിയതാ, 4 പുതിയതാ, പുത്തൻ ടയേഴ്സ്. ലാസ്റ്റ് ഇപ്പോൾ ഷോറൂമിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഷോറൂമിൽ നിന്ന് തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും നമ്മുടെ കയ്യിലുണ്ട്, പ്രൊവൈഡറാണ്, തരാം. ഇത് 2022 കുഷാക്ക്, ഏകദേശം 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. റീപ്ലേസോ കാര്യങ്ങളെല്ലാം ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്, സെറാമിക് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ ടോപ്പ് വേരിയൻറ്റ്സിൻ്റെ അലോയ്സും സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഈ കസ്റ്റമർ തന്നെ ചെയ്തിട്ടുണ്ട്. അന്ന് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തേക്കണതാണ്. ഈ വണ്ടി വന്നിട്ട് നമുക്ക് ഏകദേശം പ്രൈസ് വന്നിട്ട് 980. 980 ഏകദേശം നമുക്കൊരു 8 lakhs അടുത്ത് വരെ ലോൺ കയറും. അപ്പോൾ 180 കൊണ്ടുവരണം. അതെ, കാരണം ഇപ്പോൾ ഈ വണ്ടി ഈ വേരിയൻറ്റ് വരുന്നില്ല. ഇപ്പോൾ ഈ ഏകദേശം ഈ സ്പെക്കുള്ള വേരിയൻറ്റിന് വരുമ്പോൾ ഒരു 15 to 16 lakhs വരും. ഈ അലോയ്സും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ. സ്കോഡ അങ്ങനെ എവിടെയും വലുതായിട്ട് കിടന്ന് ഞാനും കണ്ടിട്ടില്ല, വളരെ വിരളം. ഈ എടുക്കുന്നവരാരും ഇത് കൊടുക്കത്തില്ല എന്നുള്ളതാണ്. അതായത് വണ്ടി സേഫ്റ്റി, അതുപോലെ തന്നെ കംഫേർട്ട്, പിന്നെ അങ്ങനത്തെ സേഫ്റ്റീനെ ഒരു സംബന്ധമായ കാര്യം നോക്കുന്ന ആൾക്കാരൊക്കെ ഇനി ഈ പ്രൊഫൈലിലുള്ള വണ്ടികൾ എടുക്കുള്ളൂ. കാരണം 5 star റേറ്റിംഗ് തൊട്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു എന്താ പറയുക, നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഒരു ഫീല് കിട്ടുക ഈ വണ്ടികൾക്കൊക്കെയാണ്. വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ സ്കോഡ അല്ലെങ്കിൽ വോക്സ് വാഗൻ, ജർമ്മൻ കാസ് ഏതെങ്കിലും എടുത്താലാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നത്? ഇത് 980, 9.8. ഇത് 2019 വി, 2018 ഡിസംബറാണ് മാനുഫാക്ചർ വന്നതാണ്. നമ്മുടെ വണ്ടി വന്നിട്ട് ന്യൂ ടയേഴ്സ് ഉണ്ട്, എല്ലാം ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. 90,000 കിലോമീറ്ററാണ് ഓടിക്കണേ. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളും ഇല്ല. സെറാമിക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വില 20 lakhs. എടുത്തപ്പോൾ എത്ര കാണും? ഇതന്ന് ഇപ്പോൾ ഈ വണ്ടിക്ക് അന്നത്തെ വില കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ഈ വണ്ടി ഓൺ റോഡ് വരണമെങ്കിൽ 33 ആണ്ട് വരും. 33? 33, 32 ആണ്ട് വരും വി വേരിയൻറ്റിന് വരണമെങ്കിൽ. ഓക്കെ. ഇതിലിപ്പോൾ ഓൾറെഡി ക്രൂയിസ് കൺട്രോള്, അതുപോലെ തന്നെ ബാക്കി നാവിഗേഷനൊക്കെ വരുന്ന മോഡലാണ് വീല്. 2017 ലാസ്റ്റ് വരെ ക്രിസ്റ്റ വീല് ക്രൂയിസ് കൺട്രോളോ നാവിഗേഷനോ ഉണ്ടല്ലോ. 18 ലാസ്റ്റ് തൊട്ടാണ് ആ ഫീച്ചേഴ്സ് വന്നത്. ആ ഫീച്ചേഴ്സൊക്കെ ഈ വണ്ടിയിലുണ്ട്. പിന്നെ എക്സ്ട്രാ ടൈൽ ലാംപ്സ് കാര്യങ്ങൾ ആക്സറീസ് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പ്രൈസ് ചോദിക്കുന്നത് 20 lakhs. 20 lakhs. ഒരു എത്ര രൂപയുടെ ഇറക്കാം? ഇതൊരു 3 രൂപ ആ റേഞ്ചാണ്. ഇത് 5 വർഷം ലോൺ കിട്ടത്തില്ലേ? അതും കിട്ടും. നമുക്ക് ഒറിജിനൽ കേരള വണ്ടികൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. റീ രജിസ്റ്റേർഡ് വണ്ടി ഇതൊക്കെ ഒറിജിനൽ കേരള. ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും കേരള വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ അതർ സ്റ്റേറ്റ് വണ്ടികൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇത് 2017 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, VDI ബ്രസ, ഡീസൽ തന്നെ, സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ, കമ്പനി സർവീസ്, റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല, വെരി വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഈ വണ്ടിയിൽ വന്നിട്ട് 70,000 കിലോമീറ്റർ ഇപ്പോൾ ജസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല, ടയേഴ്സ് പുതിയതുണ്ട്, സിംഗിൾ ഓണർഷിപ്പാണ്. എന്തായാലും നമുക്കൊരു ഏകദേശം ഫുൾ ഓൺ കയറി പോണ വണ്ടി അത്. നമുക്ക് ചോദിക്കുന്ന വില 7,400 നമുക്ക് ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും? അതെ. ഡീസലിൽ ഇങ്ങനെ ഒരു വേരിയന്റ് വണ്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതും ഡീസലാണ്. നമ്മൾ ഇപ്പോൾ ഒരു നോർമലി ഡെയിലി 100-200 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ ഓട്ടമുള്ള ഒരാൾക്ക് ഡീസൽ വണ്ടി അല്ലാത്ത ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത്രയും EVയിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്ത ഒരാൾക്ക് വേറെ പ്രിഫറൻസ് ഡീസൽ തന്നെ ആയിരിക്കും. ഒരു പുതിയ വണ്ടി ഡീസൽ എടുക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഡീസൽ വണ്ടി ഒരു കമ്പനി ഇറക്കണില്ല. മാരുതി ഇല്ല, ടൊയോട്ട ഇല്ല, റെലവൻ്റായ കമ്പനീസ് ഒന്നും ഇറക്കുന്നില്ല. ആകെയുള്ളത് വെന്യൂ ഡീസലാണ്. അതെടുക്കണമെങ്കിൽ 10 lakhs മുകളിലേക്ക് എന്തായാലും വരും. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഈ വണ്ടികൾക്കൊക്കെ റയറാണ് മാർക്കറ്റിൽ കിട്ടാൻ. ബ്രസ ഡീസൽ, എത്യോസ് ഡീസൽ, ലിവ ഡീസൽ, അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ റയറാണ്. അതിൽ പെട്ടക്കണ സ്വിഫ്റ്റ് ഡീസൽ ഇതെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 2017-18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ ഓടിക്കുന്ന പെട്രോൾ വേരിയൻറ്റ് വന്നിട്ട് LXi ആണ്.
ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ചെറിയൊരു ആൻഡ്രോയിഡും വെച്ചിട്ടുണ്ട്. ജെന്യൂൻ കിലോമീറ്ററാണ്, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നമുക്ക് ഏകദേശം ഇപ്പോൾ എടുക്കുന്ന ആൾക്ക് വേറെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില 3.25 രൂപ. 3.25. അതെ. എത്ര രൂപ ഇറക്കാം? ഇത് നമുക്കൊരു ഏകദേശം 3 രൂപ വരെ ഫിനാൻസ് കയറും. 2.25 3 രൂപ വരെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, സീറോ റീപ്ലേസ് ആണ്. 2014 എക്കോസ്പോർട്ട് ടൈറ്റാനിയം ഓപ്ഷണൽ, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. വണ്ടി ആകെ 54,000 കിലോമീറ്റർ ഓടിക്കണേ. സിംഗിൾ ഓണർഷിപ്പാണ്. എല്ലാം ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, ഷോറൂം സർവീസാണ്. 4 ടയേഴ്സ് പുതിയതുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒരു ടച്ചിങ് പോലും കയറിയിട്ടില്ല. ഭയങ്കര ടോപ്പ് നോച്ച് കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഫോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫോർഡിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാത്രം ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എൻഡേവർ ആയിക്കോട്ടെ, എക്കോസ്പോർട്ട് ആയിക്കോട്ടെ, ഈവൻ ഫിയസ്റ്റ ആയിക്കോട്ടെ. ഫോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കൊണ്ട് നടക്കുന്നവർക്ക് അതിൻ്റെ ഒരു ബോഡി ക്വാളിറ്റിയും ബോഡിയുടെ സ്ട്രോങ്നെസ്സും സേഫ്റ്റിയും, അതുമാത്രമല്ല അതിൻ്റെ ഒരു ഓടിക്കുമ്പോൾ ഒരു ഫീലും അതൊക്കെ കിട്ടണമെങ്കിൽ എക്കോസ്പോർട്ടിന് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉള്ള വണ്ടിയുമാണ്. ആ ഫാൻ ബേസിലുള്ള ആൾക്കാർക്ക് വണ്ടി ആപ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ആകെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. 1 ലക്ഷം 2 ലക്ഷം ഓടിയിട്ടില്ല. ആകെ 54,000 കിലോമീറ്റർ. അതും ഷോറൂം ഹിസ്റ്ററി ഉണ്ട്. എല്ലാം ഫോർഡിൽ തന്നെ സർവീസ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 5.5. ഇപ്പോൾ ഈ ക്വാളിറ്റി ബേസിൽ ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറയുന്ന കേട്ടോണ്ട് ചോദിക്കുകയാണ്. ക്വാളിറ്റി ബേസിൽ ഈ വണ്ടി നമുക്ക് ഏകദേശം ഒരു എൻ്റെ അറിവിൽ 4.5 ലക്ഷം തൊട്ട് വണ്ടികൾ കിട്ടും. 4.5 ലക്ഷം. ചിലപ്പോൾ അതിനും കഴിഞ്ഞ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ വേണ്ടി അതിനും കുറച്ച് കിട്ടായിരിക്കാം, നമുക്കറിയില്ല. നമ്മൾ അങ്ങനത്തെ വണ്ടികൾ എടുക്കാറില്ല. 4.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ഈ വണ്ടികൾ കിട്ടും. പക്ഷെ ക്വാളിറ്റി, റീപ്ലേസ്മെൻ്റ് ഇല്ല, പെയിൻറ്റ് വലിയ റീപെയിൻറ്റ് കയറിയിട്ടില്ല, സർവീസ് ഹിസ്റ്ററി ഉണ്ട്, ഓണർഷിപ്പ്, ഇതെല്ലാം ഒത്തുകിണങ്ങി വരുമ്പോൾ നമുക്ക് വണ്ടിക്ക് പ്രൈസ് കൂടും. പക്ഷേ ആക്ച്വലി ഒരു വണ്ടി അത്രയും ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വണ്ടി ആപ്റ്റാണ്. നമ്മളൊരു വണ്ടി കൊണ്ടുപോയിട്ട് കണ്ടമാനം പൈസ ചിലവാക്കി വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വണ്ടി എടുത്ത് 4 ടയർ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 7-4-28 30,000 രൂപ വരും. ഇവിടെ ടയേഴ്സ് ഞാൻ അത് നോക്കി, എല്ലാ വണ്ടിയിലും ടയേഴ്സ് ഒക്കെ നല്ലപോലെ മാറ്റി. എല്ലാം നമ്മുടെ ഒരു വണ്ടി മൊട്ട ടയറായിട്ട് കിടക്കില്ല. ഒരു വിധം ഇപ്പോൾ ആ ബലീനൊക്കെ ഫുൾ ടയറാണ്. അതിൻ്റെ ടയർ ഇട്ടിട്ട് നമ്മൾ 1000 കിലോമീറ്റർ 100 കിലോമീറ്റർ വരെ ഓടിയിട്ടില്ലേ സത്യം പറഞ്ഞ ടയർ ഇട്ട് ഓടും. ഈ വണ്ടിയുടെ ഇതേ ടയർ നോക്കി നമ്മൾ ഈ വണ്ടി കാണിച്ചില്ലല്ലോ? ഇല്ല, കാണിച്ചിട്ടില്ല. ഇത് 2018 ആൽഫ പെട്രോൾ ടോപ്പിൻ്റെ വേരിയൻറ്റ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ. അത് ഫാമിലിയിൽ തന്നെ നെയിം ട്രാൻസ്ഫർ വന്നിക്കുന്നതാണ്. ആകെ 47,000 കിലോമീറ്റർ ഓടിക്കണം കേട്ടോ. എല്ലാം കമ്പനി സർവീസ് ഉണ്ട്, ഷോറൂം ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. കാര്യമായിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, നമ്മളൊരു ബൗണ്ടറി പ്രൈസ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു 5.95 റേറ്റ് ഫൈനലാക്കി കൊടുക്കാൻ പറ്റും. 5.95. യെസ്. അതിൽ 4 ടയേഴ്സ് ഇപ്പം തന്നെ പുതിയത് ഇട്ടിട്ട് ഓടിയിട്ടില്ല വണ്ടി. എന്തെങ്കിലും പറയാം അപാകതകൾ? ഇല്ല, അപാകതകളൊന്നുമില്ല. വേറെ റീപ്ലേസോ കാര്യമൊന്നുമില്ല. എല്ലാ ടയേഴ്സും പുതിയതാണല്ലേ? ഇത് ഫുൾ ലോങ് കയറുമോ ഈ വണ്ടി? ഇത് ഏകദേശം ഒരു 10-50 രൂപ വണ്ടി ഇറക്കാം. ഇത് വന്നിട്ട് 10 മാസം പഴക്കമുണ്ട് വണ്ടി. പഞ്ച് ഓട്ടോമാറ്റിക്. ആകെ 10,000 കിലോമീറ്റർ കഷ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി ടോപ്പ് നോച്ച് കണ്ടീഷനിൽ, വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. എല്ലാം ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ്, ആക്സിഡൻറ്റ് വാറൻറ്റി തൊട്ട് എല്ലാ കാര്യങ്ങളും കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമ് തൊട്ട് എല്ലാ കാര്യങ്ങളും ആ വണ്ടിയിലുണ്ട്. നോർമലി ഒരു പുത്തൻ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഏകദേശം ഓഫറായിട്ട് കിട്ടുന്ന പ്രൈസിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ ചോദിക്കുന്നതല്ല, അത് 790 അതിലിപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ നെഗോഷ്യബിളായിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. 10,000 കിലോമീറ്റർ മാത്രം ഓടിയ ടയറാണ്. വേറെ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ടച്ച് ആൻഡ് പോളിഷ് അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. ഇത് 2015 VDI ഡിസയർ ഡീസൽ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. ഫുൾ ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, സർവീസ് ഉണ്ട്, സർവീസ് പ്രൊവൈഡറാണ്. നമുക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഡീസൽ വണ്ടി ക്ഷാമമുള്ള കാലമാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ ഡീസൽ വണ്ടി അത്യാവശ്യം പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി കിട്ടില്ല കുറേ നാൾ കഴിഞ്ഞാൽ. അപ്പോൾ ഓട്ടം കാര്യങ്ങളുള്ള ആൾക്കാർക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുക ഡീസലായിരിക്കുമല്ലോ. ഏകദേശം നമുക്കൊരു 4 രൂപ എന്തായാലും ഫിനാൻസ് കയറും എങ്ങനെ പോയാലും.
എത്ര ചോദ്യം? നമ്മൾ ചോദിക്കുന്നതല്ല 490. 490. ആ, സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പോഴും നിൽക്കുന്നത്. വണ്ടി ക്വാളിറ്റി കണ്ടില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതാണ്ട് ആ ഞാൻ കണ്ടുപിടിച്ച ഒരു ചെറിയ അത് നമ്മൾ ചെയ്യാണ്ടിരുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആകെ വൃത്തികേടാവും. 2009 ഇനോവ വി. അതായത് ഒറിജിനാലിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. അതായത് ചിലർ ഒരു ഇനോവ ഫാൻസ് ഉണ്ടാവും, ഇനോവ അല്ലെങ്കിൽ ടൊയോട്ട ഫാൻസിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. ആകെ 1,20,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി ഇപ്പോഴും എല്ലാം ഷോറൂം ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി പ്രൊവൈഡറാണ്. അതിൻ്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, വിറ്റ്നസ് ആകെ ഒറിജിനലായിട്ട് നിൽക്കണം. എല്ലാ പാർട്സും ഒറിജിനലും, വേറെ എന്താ പറയുക അപാകതകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് വന്നിട്ട് നമ്മൾ ചോദിക്കുന്നതല്ല, ഇപ്പോൾ പുതിയ പേപ്പേഴ്സും കയറിയിട്ടുണ്ട്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ പേപ്പറായിട്ടുണ്ട്. 5,75,000 ചോദിക്കണേ. എന്തെങ്കിലും കാര്യത്തിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടി കൊള്ളാം, നല്ല നീറ്റായിട്ടിരിക്കുന്നു. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സും കിടപ്പുണ്ട്. ഈ എന്താ ടെസ്റ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടച്ച് ആൻഡ് പോളിഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. ആ ബമ്പേഴ്സിൻ്റെ കോർണർ മാത്രം വേണമെങ്കിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ടെസ്റ്റ് വർക്കിന് അല്ലെങ്കിൽ അത് പാസ്സാകില്ല. ബാക്കി ബോഡിയുമേ കാര്യങ്ങളൊന്നും ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്വാളിറ്റിയിലെന്ന് വെച്ചാൽ നമുക്കൊരു ഫാൻ ബേസ് കുറേ പേര് അങ്ങനെ ഉണ്ടല്ലോ, ഇന്നോവ ഫാൻസ്. പ്രത്യേകിച്ച് ടൈപ്പ് 2 എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റിൽ കുറച്ചും കൂടി ഫാൻ ബേസ് ഉണ്ട്. ടൈപ്പ് 2 ഇന്നോവ വീനിക്ക് ആ ഫാൻ ബേസിലുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ എല്ലാവരും ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. പക്ഷേ ആ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്ത് കൊണ്ടുനടക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പറ്റിയ ആപ്റ്റായ വണ്ടിയാണ് ഇത്. വണ്ടി പുതിയ വണ്ടിയാണ്, 2024 വണ്ടി. ആകെ 20,000 കിലോമീറ്റർ കൊണ്ട് ഓടിയിട്ടുള്ളൂ. വേരിയൻറ്റ് LXI വേരിയൻറ്റ്. പുത്തൻ വണ്ടി തന്നെ എന്ന് പറയുകയാണെങ്കിൽ പറയാം. 2026 എന്ന് വെച്ചാൽ 1 വർഷം പഴക്കം. 20,000 സിംഗിൾ ഓണർഷിപ്പ് തന്നെ. അതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്യണം, വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഒരു പുതിയ വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ആപ്റ്റായിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ചോദിക്കുന്ന പോലെ ഏകദേശം 890 ഇപ്പോഴത്തെ ഒരു GST രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ വില മാന്യമായ ഒരു വിലയാണോ അതോ കൂടുതലാണോ? GST ശരിക്കും നമ്മളെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് ആയിരിക്കും ബാധിച്ചിട്ടില്ല. അതുപോലെ ന്യൂ കാർ വണ്ടികൾക്ക് ഡിസ്കൗണ്ട്സ് കാര്യങ്ങളെല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് ബാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു വണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റി നമുക്കറിയാമല്ലോ. ഒരു വണ്ടി കൊടുക്കുമ്പോൾ അതായത് ഒരു കസ്റ്റമറുടെ പോയിന്റിൽ കൊടുക്കുമ്പോൾ തന്നെ അയാൾ വല്ലാണ്ട് വില കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോൾ GSTയിൽ പുതിയ വണ്ടിക്ക് റേറ്റ് കുറഞ്ഞത് വല്ലാണ്ട് ഒരു ചെറിയ ഡിഫറൻസ് മാത്രമാണ് സെക്കൻഡ്സ് വണ്ടികൾക്ക് വരുള്ളൂ. അതെ, വലിയതായിട്ട് അല്ലെങ്കിലും ഇനി നമ്മൾ എടുക്കുമ്പോൾ വല്ലാണ്ട് റേറ്റ് കുറയില്ല. കസ്റ്റമർ കുറയ്ക്കില്ല. കസ്റ്റമർ ന്യൂ കാർ കുറച്ചെങ്കിലും അവനവൻ്റെ വണ്ടികൾ എപ്പോഴും വാല്യൂ ഉണ്ടാവും. അത് കുറയില്ല. അത് കുറയണമെങ്കിൽ ഗ്രാജുവലി ഒരു 3 to 4 years കഴിഞ്ഞാലും ഗ്രാജുവലി കുറഞ്ഞു വരുള്ളൂ. അല്ലാണ്ട് ഓൾ ഓഫ് എ സഡൻ ഇത് കുറഞ്ഞ പോലെ ആ ഡിപ്പ് ഇതിലുണ്ടാവില്ല. യൂസ്ഡ് പ്രൊഡക്ട്സ് ഒന്നിലും ഉണ്ടാവില്ല. ഇത് വന്നിട്ട് 2010 ഇന്നോവ വി. നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് 2 ഫാൻസിന് പറ്റിയ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് 180 ഓടിക്കണേ. എല്ലാം ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, ഷോറൂം സർവീസ് ഉണ്ട്, 0 റീപ്ലേസ്മെൻറ്റ്. ആ ഒറിജിനാലിറ്റിയിൽ ഫുള്ള് മെയിൻറ്റെയിൻഡ് അല്ലേ. ഇതിലാകെ ഒറിജിനാലിറ്റി പോകാനായിട്ട് ആ സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ആ സ്റ്റിയറിംഗ് വീല് തൊട്ട് എല്ലാം പക്ക നീറ്റായിട്ട് ഒറിജിനലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. ഒരു ഷോഫർ ഡ്രോൺ വണ്ടിയായിരുന്നു. വേറെ എന്താ പറയുക അപാകതകളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഈ വണ്ടിക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ടെസ്റ്റ് വർക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ വരികയാണെങ്കിൽ ആളുടെ പേരിലേക്ക് 5 yearsൻ്റെ പുതിയ റിന്യൂവൽ കാര്യങ്ങളെല്ലാം എടുത്ത് ചെയ്ത് ഫുൾ ന്യൂ പേപ്പർ സെറ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എന്നോട് ചില ആൾക്കാർ പറയുന്നുണ്ട്, ചേട്ടാ ആ AC അത് ഇളക്കിയൊക്കെ വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഈ 7 സീറ്റർ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അല്ല, 7 സീറ്ററിൽ നിങ്ങൾ എന്താ കാണിക്കാതെ ചോദിക്കുന്ന ചില ചേട്ടന്മാരുണ്ട്. 7 സീറ്ററിൽ വെച്ചാൽ ഇതിൽ ക്വാളിറ്റി വൈസ് ഭയങ്കര വ്യത്യാസം വരും. വണ്ടികൾ ലോ ക്വാളിറ്റിയിലും കിട്ടും, ഹൈ ക്വാളിറ്റിയിലും കിട്ടും. ഹൈ ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആപ്റ്റായിരിക്കും. പിന്നെ ക്വാളിറ്റി ഇത്തിരി കുറച്ച് മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നോ പ്രോബ്ലം. എത്ര ചോദിക്കുന്നത്? ഇത് ഫുൾ പേപ്പേഴ്സ്, ന്യൂ പേപ്പേഴ്സ്. ഇപ്പോൾ പുതിയ ടെസ്റ്റിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് പുതിയ പേപ്പേഴ്സ് എല്ലാം ഫുൾ അപ്ഡേറ്റഡ് ആയിട്ട് ഒരു ആളുടെ പേരിലേക്ക് മാറി കൊടുക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 650 നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിൾ ആണ്, നമുക്ക് ചെയ്യാം. ഇത് 2022 സെലേറിയോ VXI ഓട്ടോമാറ്റിക്.
36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. 2 ടയർ ബ്രാൻഡ് ന്യൂ ആണ്, 2 ടയർ ആവറേജ് കണ്ടീഷനിലാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. ബമ്പറിൻ്റെ ഫ്രണ്ട് സൈഡ് പെയിൻറ്റിങ്ങും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്, അല്ലാതെ പാനൽസോ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാം ഉണ്ട്. ഒരു ഓട്ടോമാറ്റിക് കാറ്, ഒരു കുറച്ച് മോഡൽ കൂടി ഓട്ടോമാറ്റിക് കാറിനുള്ള ആവശ്യമുള്ള ആൾക്കാർക്ക് നമുക്കിത് കൊടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒരു 5,80,000. എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാവുന്നതാണ്. വണ്ടിയിൽ നോക്കിയിട്ട് പോരായ്മ എന്ന് പറയാൻ സീറ്റ് കവറില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ നോക്കിയിട്ട്. ആ ഒരൊറ്റ കുറവേ ഉള്ളൂ. അല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ വണ്ടി നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു തുടക്കം എത്ര രൂപ ഇട്ടാൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഒരു ഏകദേശം ഒരു രൂപ താഴെ. ഇത് 2014 ഹോണ്ട സിറ്റി പെട്രോൾ മാനുവലാണ്. ഇത് കറക്റ്റ് 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാം ഷോറൂം സർവീസാണ്. ഹോണ്ടയിൽ ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. അഡീഷണൽ ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വേറെ ടയേഴ്സ് എല്ലാം പുതിയതാണ്, 4 പുതിയ ടയറാണ്. വേറെ റീപ്ലേസ്മെൻറ്റ് ഇല്ല. വണ്ടി നീറ്റ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഏകദേശം ഒരു 4.25 രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി. 4.25. ഒരു പ്രീമിയം സിഡാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു പ്രീമിയം സിഡാൻ വേരിയൻ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റാണ്. ഒരു ഹോണ്ട സിറ്റി എന്ന് പറയുമ്പോൾ ചിലവരൊക്കെ മോഹമാണ് ഹോണ്ട സിറ്റി മേടിക്കുക എന്നുള്ളത്. മോഹം എനിക്കുണ്ട്, പക്ഷെ നമുക്ക് ഇത്ര എടുത്ത് ചെയ്യാനുള്ളൊരു ആംബിയർ ഇല്ല. വണ്ടി കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, നീറ്റാണ്. ഇത് 2011 സ്വിഫ്റ്റ് ഡിസയർ LXI വേരിയൻ്റ് ആണ്. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് എപ്പോഴും നിൽക്കണേ. ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70? അതിൻ്റെ കമ്പനി സർവീസ് ഉണ്ട്, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. ആ ഒറിജിനൽ സീറ്റ് അന്നത്തെ സീറ്റ് തന്നെ എപ്പോഴും. അതിൽ വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അത് ആ ഒറിജിനാലിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വണ്ടി. ഈവൻ ആ ഫ്ലോർ മാറ്റ്സൊക്കെ അന്ന് വന്ന ഫ്ലോർ മാറ്റ് തന്നെ കാര്യങ്ങളായിട്ട് ചെയ്തിരിക്കണേ. ഇതിപ്പോൾ വേറെ ബോഡിയുമ്പോൾ വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. ചെറിയ പെയിൻറ്റിങ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലാണ്ട് മേജറായിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇത് 2.5 ഉദ്ദേശിക്കുന്നത്. നമുക്ക് നെഗോഷ്യബിളാണ്. 2.5 നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് ചെയ്ത് കൊടുക്കാം, പ്രശ്നമില്ല. വിലയിൽ വ്യത്യാസങ്ങൾ വരും. 2017 ഹൈബ്രിഡ് ഡീസൽ പെർമിറ്റിൽ വന്നിട്ട് എർട്ടിക. ഇത് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടി അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഷോറൂം സർവീസ് ഇല്ല, പക്ഷേ വെരി വെൽ മെയിൻറ്റൈൻഡ്. ആൾ ഓതറൈസ്ഡ് മാരുതിയിൽ പോയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായേ. നമ്മളുടെ അവിടെ സ്ഥിരം കസ്റ്റമർ ആൾ. നമ്മുടെ നിന്ന് എല്ലാ പ്രാവശ്യം വണ്ടി ഇവിടെ നിന്ന് മാറി പുതിയ വണ്ടികൾ എടുത്തെടുത്ത് പോണ ആളാണ്. നേരിട്ട് അറിയാവുന്ന ആളാണ്. അതെ. വണ്ടി അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഓടിച്ച് കൊണ്ടു നടക്കുന്ന ആൾക്കാരെ. ഇപ്പോൾ ടയേഴ്സ് 3 ബ്രാൻഡ് ന്യൂ ഉണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഇത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടും. ടാക്സി സർവീസുകളായിട്ട് ഓടിച്ചിറങ്ങുന്നത്. അപ്പോൾ പാക്കേജ് അങ്ങനെ ഒക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആപ്റ്റായ വണ്ടിയാണ്. അത് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന വില 6,400 നെഗോഷ്യബിളാണ്. ഇത് ടാക്സി മാറി പ്രൈവറ്റ് ആക്കി കൊടുക്കൂ? ടാക്സി മാറി പ്രൈവറ്റ് ആക്കി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ലൈഫ് ടാക്സ് അടച്ചിക്കണ വണ്ടി അത്. ഓക്കെ. ഇതിലിപ്പോൾ വേറെ പ്രൈവറ്റ് ആക്കണമെങ്കിൽ അഡീഷണലായിട്ട് കണ്ടമാന എക്സ്പെൻസുകളൊന്നും ഇല്ല, ചെറിയൊരു എക്സ്പെൻസ് ഉള്ളൂ. അപ്പോൾ ആക്കി കൊടുക്കാൻ പറ്റും? ആക്കാൻ പറ്റും നമുക്ക്. ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇത് അങ്ങനെ സാധാരണ ഇപ്പോൾ എർട്ടിക എടുത്ത ആൾക്കാർ ഒരുവിധം എല്ലാവരും ഡീസൽ വണ്ടി എടുത്ത എല്ലാവരും പെർമിറ്റ് ആക്കാനാണ് നോക്കണേ. അപ്പോൾ പെർമിറ്റിലുണ്ടുമ്പോൾ ഏറ്റവും ഇത് പ്രൈവറ്റ് വണ്ടി പെർമിറ്റ് ആക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സ്പീഡ് ഗവർണർ, ചിലതിന് സ്പീഡ് ഗവർണർ GPS അങ്ങനെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇതിന് സ്പീഡ് ഗവർണർ ആവശ്യമില്ല. സ്പീഡ് ഗവർണർ ഈ വെഹിക്കിൾസിന് ആവശ്യമില്ല. GPS ആവശ്യമുണ്ട്. പിന്നെ ഇൻഷുറൻസ് മാറേണ്ടി വരും പ്രൈവറ്റ് എടുത്ത് പെർമിറ്റ് ആക്കുകയാണെങ്കിൽ. അതിന് നല്ലത് പെർമിറ്റ് വണ്ടി എടുക്കുകയാണ്. പെർമിറ്റ് വണ്ടികൾ ഒരുവിധം എല്ലാ വണ്ടികളും നല്ലോണം മെയിൻറ്റൈൻ ആയിരിക്കും. എല്ലാവരും അന്നാണല്ലോ, ആരും അത് നശിപ്പിച്ച് കൊണ്ടിടക്കില്ല. ഇത് 2017 സെലേറിയോ ഓട്ടോമാറ്റിക് ആണ്. ഇത് വന്നിട്ട് 50,000 കിലോമീറ്റർ ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. ടയേഴ്സ് എല്ലാം പുതിയതാണ്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അഡീഷണലായിട്ട് സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഉണ്ട്. ബഡ്ജറ്റായിട്ട് ഒരു ഓട്ടോമാറ്റിക് ഒരു സ്മോൾ കാർ വേണം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റുള്ള ആൾക്കാർക്ക് ആപ്റ്റായ വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 4.5. എന്തെങ്കിലും നെഗോഷ്യബിളാണ്. ഇപ്പോൾ ഇൻഷുറൻസ് ഏകദേശം ഡേറ്റ് അതിൻ്റെ നമുക്ക് പുതിയത് എടുത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ലോൺ ഏകദേശം ഒരു 3 lakhs ഒക്കെ എന്തെങ്കിലും ലോൺ കയറും. ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. വലിയ കളർ ഫെയ്ഡ് കാര്യങ്ങളും വന്നിട്ടുമില്ല. ചിലത് ഈ കളറൊക്കെ ആകുമ്പോൾ ഓറഞ്ച് ഭയങ്കരമായിട്ട് കളർ വ്യത്യാസമായിട്ട് കയറി വരും. പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല.
അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്, നല്ല വണ്ടികളല്ലേ, നല്ല ക്വാളിറ്റി വണ്ടികളാണ് കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ വീഡിയോ ഉപകരിച്ചാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ എടുക്കാൻ വരെ ബൈ.